പ്രേക്ഷകർക്ക് ശുഭദിനം നേരുന്നു. സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടുന്നുണ്ട്. എന്നാൽ അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തുറക്കപ്പെട്ട വാതിൽ നാം കാണാതെ പോകുന്നു. എല്ലാ വിഷമങ്ങൾക്കും ശേഷം നല്ലൊരു നാളെ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് രാവിലെയിലേക്ക് കടക്കാം. ഇന്ന് ചിങ്ങമാസം 5-ാം തീയതി. ജ്യോതിഷവശാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് ആദ്യം അറിയാം. പ്രശസ്ത ജ്യോതിഷി ഡോക്ടർ അനിത കുമാരി തയ്യാറാക്കിയ ഇന്നത്തെ ദിവസഫലം കാണാം. എല്ലാവർക്കും ചിങ്ങമാസം 5-ാം തീയതിക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ രാശിഫലത്തിന് മുമ്പായി നമ്മുടെ ആരോഗ്യപരമായ ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. നമ്മളെല്ലാം തിരക്കേറിയ ജീവിതത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവരാണ്. ആരും തന്നെ സ്വസ്ഥചിത്തരായി ഒരിടത്തും ഇരിക്കുന്നില്ല. നമ്മളെല്ലാവരും ആ കാലത്തിനനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മാറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് വേഗത കൂടിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളെയും കൂടി ഒന്ന് സ്നേഹിക്കുക. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമായ ഒരു തത്വം. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. ആരോഗ്യം സൂക്ഷിക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ അതിരാവിലെ ഉണരുകയും നമ്മുടെ വേദിക് രീതിയിലുള്ള യോഗ പരിശീലനം, അതിനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ പ്രാണായാമമെങ്കിലും ചെയ്ത്, പ്രാണായാമം എന്ന് പറയുന്ന ആ യോഗയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം. അതേപോലെ ആഹാര കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ചയുടെ പ്രത്യേകത, വ്യാഴാഴ്ച എല്ലാ ദിവസവും എല്ലാവർക്കും, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ദിവസം എല്ലാവർക്കും ഒരു ഉത്സാഹമുള്ള ദിവസമാണ്. വ്യാഴം ഒരു നല്ല ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളുടെ നവഗ്രഹങ്ങളിൽ വ്യാഴം എന്ന് പറയുന്ന ഏറ്റവും ഗാംഭീര്യമുള്ളതും വലുതുമായ ഗ്രഹം നമുക്ക് എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരാളാണ്, എല്ലാം കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച ഒരു ഐശ്വര്യമുള്ള ആഴ്ചയായി നമ്മൾ കണക്കാക്കുന്നു. വിഷ്ണു ഭഗവാനാണ് വ്യാഴത്തിൻ്റെ അധിപനായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വ്യാഴാഴ്ച നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. മേടക്കൂറുകാരുടെ ഫലമാണ് ആദ്യമായി പരിശോധിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി വളരെ പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. വളരെ അസ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വൈകുന്നേരത്തോടുകൂടി എത്തുന്നതാണ്. എന്നാൽ ബിസിനസ്സുകാർക്കാണ് ഏറ്റവും അധികം മനപ്രയാസം ഉണ്ടാകുന്നത്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. കൂടെയുള്ളവരുമായി ചെറിയ കലഹങ്ങൾ വന്നു ഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. കാല് വളരെ വീക്കായ ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് കാലിന് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കണ്ണിൽ വെൽഡിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ടെക്നീഷ്യന്മാർക്ക് കണ്ണിൽ പൊടി വീണോ അല്ലെങ്കിൽ തരികൾ വീണോ ഒക്കെ ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവനവൻ്റെ ജോലി ചെയ്യുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്ന് മധ്യാഹ്നം വരെ അത്ര സുഖകരമായൊരു ദിവസമായിരിക്കില്ല. മ്ലാനതയും അലസതയും സന്തോഷക്കുറവുമൊക്കെ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് സ്വന്തമായി തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത്. അതേപോലെ ടെക്നിക്കലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, വെൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കണ്ണിൽ പൊടിയോ തരിയോ ഒക്കെ പോകാനും കണ്ണിന് പ്രശ്നം വരാനും ഒക്കെ സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അതേപോലെ വാഹനം ഓടിക്കുന്നവർക്ക് വാഹനത്തിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനും റിപ്പയറുകൾ വരാനും ഒക്കെ സാധ്യത കാണുന്നു. എന്നാൽ സാമ്പത്തികമായി അത്ര മോശപ്പെട്ട ഒരു ദിവസമായിരിക്കുകയില്ല. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് വൈകിയാണെങ്കിലും നടക്കുന്നതായി കാണുന്നു. കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും എല്ലാ തൊഴിലുകാർക്കും ഇതുപോലെയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏതായാലും ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുക, തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരെ പരിശോധിക്കാം. അവരുടെ രാശിഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാല്. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന് ഗുണാധിക്യമാണ് കാണുന്നത്.
ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമാണ്. യാത്രകൾ പ്ലാൻ ചെയ്യാനും അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന്. ആഹാര പദാർത്ഥങ്ങളിൽ താല്പര്യമുള്ളവർ പുറത്തുനിന്ന് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വയറിന് ചില അസുഖങ്ങൾ, ഉദരരോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം ഉത്സാഹം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും നല്ല ദിവസമായിരിക്കും. കലാകാരന്മാർക്ക് മൗഢ്യമുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. വളരെ വൈകിയായിരിക്കും അവർക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് വളരെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ സംസാരം മൂലം ചില പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുസമാഗമത്തിനും കമിതാക്കളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുമൊക്കെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. ഈശ്വരാധീനം വളരെ ഉള്ള ഈ ദിവസം വളരെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയാൽ കാര്യതടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് ഈ ദിവസം അത്ര അനുകൂലമല്ല. എന്നാൽ ബിസിനസ്സുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല് എന്നീ നക്ഷത്രങ്ങൾ. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് വളരെ നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി അതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. ധനനഷ്ടമോ അല്ലെങ്കിൽ വഞ്ചനയിലോ ഒക്കെ പെടാൻ സാധ്യതയുണ്ട്. തസ്കര ഭയം കാണുന്നു. അതേപോലെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ശ്രദ്ധിക്കുക. അശ്രദ്ധ മൂലം ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ഫലം കിട്ടുന്നതാണ്. ഗ്രഹം, വാഹനം ഒക്കെ വാങ്ങാനും വിൽക്കാനുമൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ IT ഫീൽഡിലുള്ളവർക്ക് ചില സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും വർദ്ധിക്കാനിടയുണ്ട്. വൈകുന്നേരത്തോടുകൂടി ശാന്തമാകുന്നതാണ്. സിനിമാ ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഒരു മൗഢ്യം, ഒരു മ്ലാനതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ധനനഷ്ടം വന്നേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് വൈകുന്നേരത്തോടുകൂടി വീണ്ടെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കാം, അല്ലെങ്കിൽ രാശിഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നവർക്ക് ഇന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. ഊഹക്കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റ് ഒക്കെ ഇന്ന് അനുകൂലമായി കാണുന്നു. അതേപോലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ റിസൾട്ട് ലഭിക്കുന്നതാണ്. ശാരീരികമായ ചില ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബാക്കി കാര്യങ്ങളിലെല്ലാം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. ഫണ്ടുകൾ ആവശ്യപ്പെടുന്ന സിനിമാ രംഗത്തുള്ളവർക്ക് അത് വന്നു ചേരാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വൈകുന്നേരത്തോടുകൂടി ചില മ്ലാനതയോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേരാം. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനക്കുറവിന് സാധ്യതയുണ്ട്. അതൊഴിവാക്കാനായി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. മുൻപോട്ട് പോകാനുള്ള ത്വര ഉണ്ടാക്കിയെടുക്കുക. വീട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുക.
അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇന്നത്തെ ദിവസം ശുഭകരമാക്കുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പിലെത്തുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അധ്യാപകർക്കും വളരെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഏതെങ്കിലും ദുസ്വഭാവങ്ങൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ന് വലിയ അത്യാപത്തിനുള്ള ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധിക്കുക, അത് നമുക്ക് ഒഴിവാക്കാവുന്നതായുള്ളൂ. അതുകൊണ്ട് ദുശീലങ്ങളിൽ നിന്ന് മാറി നിന്നാൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അതേപോലെ ബിസിനസ്സുകാർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറിലെ രാശിവിശേഷങ്ങൾ നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ദിവസം. ഗുണാധിക്യമാണ് കാണുന്നത്, എങ്കിലും ചില വൈഷമ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. സന്തോഷകരമായ ചില വാർത്തകൾ വൈകുന്നേരങ്ങളിൽ വന്ന് ചേരാനായി സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അനാവശ്യമാണ്. വേറെ ദോഷങ്ങളൊന്നും അവർക്ക് വന്ന് ഭവിക്കുകയില്ല. വാഹനങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി കുംഭക്കൂറിലേക്ക് ശ്രദ്ധിക്കുക. കുംഭക്കൂറുകാർക്ക് ഈ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തരയും ചതയം, പൂരിട്ടാതി, മുക്കാലും. കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, പുതിയ തൊഴിൽ തുടങ്ങുവാൻ ആരംഭിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ അകലുന്ന ദിവസമാണ്. രോഗാദി ദുരിതങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ബന്ധുജനാദികൾക്ക് ചില കഷ്ടതകളൊക്കെ, ദുഃഖങ്ങളൊക്കെ വരുന്നത് കാണുന്നു. അത് വളരെ സമചിത്തതയോടുകൂടി നേരിടാൻ ശ്രമിക്കുക. മനസ്സിനെ സന്തോഷകരമാക്കി വയ്ക്കുക. രാഷ്ട്രീയക്കാർക്കും അതേപോലെ സിനിമാ ലോകത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു സമയമായി കാണുന്നു. അടുത്തതായി മീനം രാശി നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഈ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ അനാവശ്യമായ ചില സ്ട്രെസ്സും അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ കൊണ്ട് ചില കഷ്ടനഷ്ടങ്ങളും മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ഇതെല്ലാം തീരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ചില ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഗ്രഹം വാങ്ങാനോ മോടി പിടിപ്പിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമായി കാണുന്നു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ഇന്ന് വളരെ നല്ല ഒരു ദിവസമായി കാണുന്നുണ്ട്. ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ രാശിഫലം. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈശ്വരൻ കൂടെ ഉണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പുരാതന രഹസ്യത്തിലേക്കാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലെ ഇടതൂർന്ന വനങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സൂര്യനെല്ലി ക്ഷേത്രം. ഒരു നെല്ലിമരത്തിന്റെ ചുവട്ടിൽ മഹാവിഷ്ണു സ്വയം പ്രത്യക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പുണ്യക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കും പാപനാശിനി അരുവിയിലേക്കും അനേകം കഥകൾ ഉറങ്ങുന്ന അതിന്റെ ഓരോ കല്ലിന്റെയും വിശേഷങ്ങളിലേക്കും നമുക്ക് ആഴ്ന്നിറങ്ങാം തീർത്ഥാടനത്തിലൂടെ.
വയനാട് ജില്ലയിലുള്ള ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വരയിൽ ഇടതൂർന്ന വനങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുനെല്ലി ക്ഷേത്രം. പ്രകൃതി സൗന്ദര്യവും ആത്മീയതയും ഒത്തുചേരുന്ന ഈ സ്ഥലം ദക്ഷിണകാശി എന്നും സഹ്യമല ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നതെങ്കിലും ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ സാന്നിധ്യം ഇവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ചരിത്രപരമായി വളരെ പഴക്കമുള്ള ഈ ക്ഷേത്രം മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 30-32 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ രേഖാമൂലമുള്ള ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് ഈ പുണ്യഭൂമി. ഈ ക്ഷേത്രം നിർമ്മിച്ചത് ബ്രഹ്മാവാണെന്നാണ് പ്രധാന വിശ്വാസം. ഒരു ദിവസം തന്റെ ഹംസവാഹനത്തിൽ ലോകം ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ബ്രഹ്മാവ് ബ്രഹ്മഗിരി കുന്നുകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവിടെ ഇറങ്ങുകയും ഒരു നെല്ലിമരത്തിന്റെ ചുവട്ടിൽ ചതുർഭുജ രൂപത്തിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു. മറ്റ് ദേവന്മാരുടെ സഹായത്തോടെ അദ്ദേഹം ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തിന് സഹ്യമല ക്ഷേത്രം എന്ന് പേരിടുകയും ചെയ്തു. ഏറ്റവും പൗരാണികമായ ക്ഷേത്രങ്ങളിൽ നിന്നാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് പിതൃകർമ്മത്തിലാണ്. അതുകൊണ്ട് തന്നെ പിതൃകർമ്മത്തിന് നമ്മൾ കാശിക്ക് തുല്യമായി, അതുകൊണ്ട് ദക്ഷിണ കാശി എന്ന പേരിലാണ് തിരുനെല്ലി ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രഹ്മാവ് തപസ് ചെയ്ത് മഹാവിഷ്ണുവെ പ്രത്യക്ഷപ്പെടുത്തി പിതൃമോക്ഷത്തിനായി പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് ഇത്. അപ്പോൾ ബ്രഹ്മാവ് ഇറങ്ങിയ മലയായതുകൊണ്ടാണ് ഈ വടക്കു വശത്തുള്ള മലയെ ബ്രഹ്മഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ഇന്ന് ക്ഷേത്രം കാണുന്ന സ്ഥലത്ത് വന്ന് തപസ് ചെയ്ത് പിതൃമോക്ഷത്തിനായി മഹാവിഷ്ണുവെ പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലുള്ളതായ എല്ലാ വഴിപാടുകളും പുറമെ പിതൃകർമ്മം അത്രമാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ 5 പൂജ, നിത്യനവകൾ, 3 ശീവേലി, അതുപോലെ തന്നെ ബ്രഹ്മാവ് വന്ന് അർദ്ധരാത്രിയിലൂടെ വന്ന് ഭഗവാനെ പൂജിക്കുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനം. അതായത് അവര് തപസ് ചെയ്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ഉള്ള ഒരു തീരുമാനമാണ് എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ ഇവിടെ വന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവെ പൂജിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും മേശാന്തി നടയടച്ച് വരുമ്പോൾ ബ്രഹ്മാവിന് പൂജ കഴിക്കാനുള്ള ഒരുക്കങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് നടയടച്ചിട്ടുള്ളത്. നെല്ലി എന്ന മലയാള പദത്തിൽ നിന്നാണ് തിരുനെല്ലി എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത്. വിശുദ്ധ നെല്ലിക്ക എന്നാണ് ഇതിനർത്ഥം. ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്ന പാപനാശിനി എന്ന അരുവിക്ക് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ അരുവിയിലെ ജലം സന്ദർശകരുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുമെന്ന് മഹാവിഷ്ണു അനുഗ്രഹിച്ചു. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ഗരുഡൻ അമൃതകുംഭവുമായി ഈ സ്ഥലത്തിന് മുകളിലൂടെ പറന്നപ്പോൾ അമൃതിന്റെ ഏതാനും തുള്ളികൾ അരുവിയിൽ വീണതിനാലാണ് പാപനാശിനിക്ക് ഈ ശക്തി ലഭിച്ചത് എന്നാണ്. കാലങ്ങളിൽ ഈ ക്ഷേത്രം ഒരു സാധാരണ നിലയിലുള്ള ഒരു അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ടാവുന്നു. പിന്നീട് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഒരു 100-400 വർഷം തന്നെ മാറ്റിയിരുന്നു. ആ സമയത്ത് ഓല മേഞ്ഞ ക്ഷേത്രമായിരുന്നു. പിന്നീടാണ് ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പം വീണ്ടും ജീർണോദ്ധാരണത്തിന്റെ ഒരു ഘട്ടത്തിലാണ്. പാപനാശിനി എന്ന് പറയുന്ന സ്ഥലത്ത് ഗയാശില അവിടെയാണ് ഈ ബലിയിടുന്നത്. ഈ ഗയാശിലയിൽ ബലിയിട്ട് ഇവിടെ വന്ന് ഭഗവാനെ തൊഴുതാൽ അവരുടെ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ പാപനാശിനി പോകുന്ന വഴി ഈ ക്ഷേത്രത്തിനെ പോലെ തന്നെ പാപനാശിനി വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കൂടാതെ പുരാതന കാലത്ത് ഈ സ്ഥലം ഒരു പ്രധാന നഗരവും തീർത്ഥാടന കേന്ദ്രവുമായിരുന്നുവെന്ന് ചില ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉണ്ണിയച്ചി, ചമ്പു പോലുള്ള 11ാം നൂറ്റാണ്ടിലെ മലയാള കൃതികളിലും വില്യം ലോഗന്റെ മലബാർ മാനുവലിലും ഈ സ്ഥലത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. പുരാതന കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ് തിരുനെല്ലി ക്ഷേത്രം. ഗ്രാനൈറ്റ് കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ശ്രീകോവിലിന്റെ തറയും തൂണുകളും നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് കിണറില്ലാത്തതിനാൽ സമീപത്തെ അരുവിയിൽ നിന്ന് കല്ലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ജലപാതയിലൂടെയാണ് വെള്ളം ക്ഷേത്രത്തിലെത്തിക്കുന്നത്. ബ്രഹ്മഗിരിയുടെ താഴ്വരയിലെ അരുവിയിൽ നിന്ന്
ക്ഷേത്ര പുരോഹിതന്റെ മുറിയിലേക്ക് വരെ ഈ ജലം എത്തുന്നു. ശ്രീകോവിലിന് ചുറ്റും ഗ്രാനൈറ്റ് തൂണുകളാൽ നിർമ്മിച്ച വിളക്കുമരം എന്നറിയപ്പെടുന്ന ഒരു ഇടുങ്ങിയ ഇടനാഴിയുണ്ട്. ഇത് പൂർണ്ണമായും നിർമ്മിക്കാൻ സാധിക്കാതെ പോയതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. കൂർഗിലെ ഒരു നാടുവാഴി കോട്ടയം തമ്പുരാന്റെ അനുമതിയില്ലാതെ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചെന്നും ഇത് തമ്പുരാനെ കോപിപ്പിക്കുകയും നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നുമാണ് വിശ്വാസം. ക്ഷേത്രത്തിന് സമീപമുള്ള പഞ്ചതീർത്ഥം എന്നറിയപ്പെടുന്ന പുണ്യക്കുളം മറ്റൊരു പ്രധാന സ്ഥലമാണ്. പുരാതന കാലത്ത് 5 അരുവികൾ ഇവിടെ സംഗമിച്ചുവെന്നാണ് വിശ്വാസം. കുളത്തിന് നടുവിലുള്ള ഒരു പാറയിൽ മഹാവിഷ്ണുവിന്റെ കാൽപ്പാടുകൾ കാണാമെന്നും അത് വിഷ്ണുപാദം എന്നറിയപ്പെടുന്നുവെന്നും പറയപ്പെടുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് തിരുനെല്ലി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ബീഹാറിലെ ഗയയെ പോലെ ഇവിടെ പാപനാശിനിയിൽ പൂർവികർക്ക് വേണ്ടി പിതൃതർപ്പണം നടത്തിയാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ തന്റെ പിതാവ് ജമദഗ്നി മഹർഷിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ഇവിടെയാണെന്നും ക്ഷത്രിയരെ കൊന്ന പാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി പാപനാശിനിയിൽ മുങ്ങിയെന്നും ഐതിഹ്യമുണ്ട്. തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരുടെയും പിതൃക്കളെ കൊണ്ട് സമർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ ബലിയൊക്കെ സമർപ്പിക്കാനുള്ള അച്ഛനായാലും മക്കളായാലും ആരാണോ നമ്മളെ മരിച്ചുപോയ പിതൃക്കൾ ഏറ്റവും വേണ്ടപ്പെട്ടവരെ തിരുനെല്ലി ക്ഷേത്രത്തിലാണ് കൊണ്ടുവന്നിട്ട് നമ്മൾ ചേർക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളെ തൊഴുതിട്ട് നമ്മൾ വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തിരുനെല്ലി അങ്ങനെയല്ല, നമ്മളെ കുടുംബം തന്നെയാണ്, നമ്മളെ പിതൃക്കളാണ് അവിടെയുള്ളത്. അപ്പം നമ്മൾ അവിടെ പോയി തൊഴുമ്പോൾ നമ്മളെ അച്ഛനും അമ്മ എല്ലാവരും ഇവിടെ ഭഗവാനെ ജയിച്ചിട്ടാണുള്ളത്. അപ്പം നമ്മളത് തന്നെയാണ് തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മളെ പിതൃക്കളുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 5:30 മുതൽ രാത്രി 8 വരെയും ദർശനത്തിനായി തുറന്നിരിക്കും. ദിവസവും പുലർച്ചെ ബ്രഹ്മാവ് ക്ഷേത്രത്തിൽ പൂജകൾക്കായി എത്തുമെന്നാണ് വിശ്വാസം. അതിനാൽ രാത്രിയിൽ നട അടയ്ക്കുമ്പോൾ പൂജയ്ക്കാവശ്യമായ സാമഗ്രികൾ ക്ഷേത്രത്തിൽ വെക്കാറുണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഗുണ്ടിക്ക ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ വിഷ്ണുവിനും ബ്രഹ്മാവിനും പുറമെ ശിവന്റെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിന് പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം. ഒരു തീർത്ഥാടകൻ നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒരു നെല്ലിക്ക ശിവലിംഗമായി മാറിയെന്നും അത് ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് കഥ. വനങ്ങളിലൂടെയും മുളങ്കാടുകളിലൂടെയുമുള്ള യാത്ര തിരുനെല്ലിയിലേക്കുള്ള പ്രധാന ആകർഷണമാണ്. മാനന്തവാടിയിൽ നിന്ന് കാട്ടിക്കുളത്തിലൂടെയാണ് പ്രധാന പാത. തിരുനെല്ലി ഗ്രാമത്തിൽ താമസ സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും ക്ഷേത്രം വക ഗസ്റ്റ് ഹൗസും ചില ചെറിയ ലോഡ്ജുകളും ലഭ്യമാണ്. തിരുനെല്ലിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള പക്ഷിപാതാളം എന്ന ട്രക്കിംഗ് കേന്ദ്രം പക്ഷി നിരീക്ഷകർക്കും സാഹസിക സഞ്ചാരികൾക്കും ഏറെ പ്രിയങ്കരമായ സ്ഥലമാണ്. ദിവസത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് ജ്യോതിഷ തീർത്ഥാടന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ രാവിലെയിലേക്ക്, ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്നത്തേത് എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഴുത്തുകാരി ഹണി ഭാസ്കർ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമായി ചിത്രീകരിച്ചു. രാഹുൽ ഇരയാക്കിയ ഒരുപാട് പേരെ അറിയാമെന്നും ഹണി. അമ്മയുടെ തലപ്പത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്ന് മോഹൻലാൽ. ആരെത്തിയാലും ക്ഷേമ പ്രവർത്തനങ്ങളുമായി സംഘടന മുന്നോട്ട് പോകും. അപ്പോൾ അതിലേക്ക് പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വരട്ടെ. അതിപ്പോൾ സ്ത്രീ പുരുഷൻ ഒന്നുമില്ല, സ്ത്രീ വന്നാലും പുരുഷൻ വന്നാലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ പറ്റും. നമ്മൾ അവർ എല്ലാ ദിവസവും ഓഫീസിൽ പോയിരിക്കണം എന്നൊന്നുമില്ല. അവരെ എന്തൊക്കെ രീതിയിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യാം. മകൾ വിസ്മയയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചും ന്യൂസ് 18നോട് മനസ്സ് തുറന്ന് മോഹൻലാൽ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ആ കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു.
കണ്ടിന്യൂസ് ആയിട്ടൊന്നുമല്ല, ഐ വോണ്ട് ടു ആക്ട് ഇൻ നോൺ ഫിലിം. ഒരു പക്ഷേ പ്രണവ് അഭിനയിച്ച് കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്കൊരു സമയം ഐ ആം പ്രിപ്പയർഡ് എന്ന് പറഞ്ഞപ്പോൾ ജൂഡ് ആൻ്റണി ഒരു കഥ, ജൂഡിൻ്റെ ഒരു കഥ ഇവർക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. അതും ഒരു മാർഷ്യൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ആ കഥ ആ കുട്ടിയോട് പറയുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ അതിന് ചെയ്യാമെന്നുള്ളൊരു തയ്യാറെടുപ്പുണ്ടായി. കണ്ണൂരിൽ യുവാവ് തീ കൊളുത്തിയ യുവതി മരിച്ചു. മരിച്ചത് കുറ്റ്യാട്ടൂർ സ്വദേശി പ്രവീണ. തീ കൊളുത്തിയത് ആൺ സുഹൃത്ത് ജിതേഷ്. കത്ത് ചോർച്ചാ വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ഷർഷാദ് ഉയർത്തിയ ആരോപണങ്ങളിൽ MV ഗോവിന്ദന്റെ വിശദീകരണം ഉണ്ടായേക്കും. ആരോപണങ്ങൾ ഗൗരവമുള്ളതെന്ന വിലയിരുത്തലിൽ പാർട്ടി. തമിഴകം ഉറ്റുനോക്കുന്ന TVKയുടെ മധുര റാലി ഇന്ന്. 1.5 ലക്ഷത്തോളം പേരെ അണിനിരത്തുമെന്ന് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് നിലപാട് വിജയ് പ്രഖ്യാപിച്ചേക്കും. ചങ്ങനാശ്ശേരിയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ തല്ലുണ്ടായത് SB കോളേജ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ. SB കോളേജിൽ KSU മത്സരിച്ചത് 2 ഗ്രൂപ്പായി. വിശദമായി നോക്കാൻ നമുക്ക് ഓരോ വാർത്തകളും. ആദ്യം പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി കൂടുതൽ സ്ത്രീകൾ രംഗത്ത്. നടിയും കോൺഗ്രസ് പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജിന് പിന്നാലെ എഴുത്തുകാരിയായ ഹണി ഭാസ്കറും രാഹുലിനെതിരെ ആരോപണവുമായി എത്തി. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് ഇൻബോക്സിൽ കമന്റുമായി എത്തി സൗഹൃദമുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് അശ്ലീല കഥകളായി സുഹൃത്തുക്കൾക്കിടയിൽ പ്രചരിപ്പിച്ചുവെന്നും ഹണി ആരോപിക്കുന്നു. സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേർട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച് ആളാവുകയാണ് രാഹുലെന്നും ഹണി പറയുന്നു. രാഹുലിന്റെ ഇരയായ സ്ത്രീകളെ അറിയാമെന്നും ഹണി ഭാസ്കർ. രാഹുലിനെതിരെ പ്രതിഷേധവുമായി LDFും BJPയും രംഗത്ത് വന്നു. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1 മാസക്കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായ രീതിയിലുള്ള പല ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ സൈബർ ഇടത്തിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അന്ന് ഈ പരാതി ഉന്നയിക്കുന്നത് ആരാണ് പരാതിക്കാര് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക്, പരാതിപ്പെടുന്നവർക്ക് കൃത്യമായ മുഖവും മേൽവിലാസവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പരാതിയുടെയും ആരോപണങ്ങളുടെയും ഒക്കെ വ്യാപ്തി, ഗൗരവം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് ഏത് വിധത്തിലാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത്, എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്? അതേസമയം തന്നെ LDFും BJPയും ഒരേപോലെ ഈ വിഷയത്തെ ആയുധമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ആര്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെ യുവനടിയായിട്ടുള്ള റിനി ആൻഡ് ജോർജ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിങ്ങൾ ഏത് യുവനേതാവിനെയാണ് പേരുന്നയിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പറയണം, ചങ്കൂറ്റമുണ്ടെങ്കിൽ പറയണം എന്നുള്ള പേരിൽ ഇവർക്കെതിരെ സൈബർ ആക്രമണവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതിൽ ഭൂരിഭാഗവും കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് ആണ് വന്നത് എന്നുള്ള കാര്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ അവർ പേര് വെളിപ്പെടുത്താനായി തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്ന് മറ്റൊരു യുവ എഴുത്തുകാരി കൂടി ഇത്തരത്തിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എഴുത്തുകാരിയായ ഹണി ഭാസ്കറാണ് ഈ ഒരു പുതിയ വെളിപ്പെടുത്തലിന് പിന്നിൽ. ഇന്നലെ റിനി ആൻഡ് ജോർജ് പേര് വെളിപ്പെടുത്തിയില്ല, ഹൂ കെയേഴ്സ് എന്ന് ഒരു ആറ്റിറ്റ്യൂഡുള്ള യുവ നേതാവാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കൃത്യമായ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹണി ഭാസ്കർ എന്ന എഴുത്തുകാരി
പരാതിക്കാരി രംഗത്തെത്തിയിട്ടുണ്ട്. തൻ്റെ ശ്രീലങ്കൻ യാത്രയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നിട്ടുള്ള ഒരു റിപ്ലൈ മറുപടിയിൽ നിന്നാണ് ഈ സംഭാഷണങ്ങളുടെ തുടക്കം എന്നാണ് അവർ പറയുന്നത്. കൃത്യമായി ഈ വർഷം തന്നെ ജൂൺ 9-ാം തീയതിയാണ് ഈ സംഭവം നടന്നത് എന്നും അവർ പറയുന്നുണ്ട്. താനൊരു ശ്രീലങ്കൻ യാത്രയിലായിരുന്നു. അപ്പോൾ തൻ്റെ യാത്രയെക്കുറിച്ച് അറിയാനും മറ്റു കാര്യങ്ങൾക്കുമായി നിരവധി പേർ തനിക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ശ്രീലങ്കൻ യാത്രയെപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് തൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറിൽ റിപ്ലൈ തരുന്നത്. ആദ്യം ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ടൊരു ഹാർട്ട് മെസ്സേജ് ആയിരുന്നു വന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഹണി ഭാസ്കർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തനിക്ക് ശ്രീലങ്കൻ യാത്ര നടത്താൻ ഉദ്ദേശമുണ്ടെന്നും ഈ യാത്രയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണെന്നും ഹണി ഭാസ്കറിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചതായി അവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു വന്നു. താൻ ഇതിന് കൃത്യമായി മറുപടിയും നൽകി. തൻ്റെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന ആളായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് താൻ സൗഹാർദ്ദപരമായി തന്നെ മറുപടി നൽകി എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രി പിന്നിട്ടതിന് ശേഷം തനിക്ക് തുടർച്ചയായി മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയെന്നും അപ്പോഴാണ് തനിക്കിതൊരു ശല്യമായി അനുഭവപ്പെടാൻ തുടങ്ങിയതെന്നും അവർ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള രീതിയിൽ ഒരു ബെറ്റും വെച്ചിട്ടാണ് തന്നോട് പോയത്. താൻ പിന്നീട് കൂടുതൽ മറുപടി നൽകാതിരുന്നത് കാരണം ആ സംഭാഷണം അവിടെ അവസാനിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളുമായിട്ട് ഉള്ള സൗഹൃദ സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മോശമായി ചിത്രീകരിച്ചു എന്നാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത്. ഇത്തരം നേതാക്കൾക്കിടയിൽ തന്നെ പറ്റി എതിർചേരിയിൽ രാഷ്ട്രീയ പക്ഷത്തിലുള്ള സ്ത്രീകൾ പോലും തനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സുഹൃത്തുക്കളുടെ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾക്കിടയിൽ വീമ്പ് പറഞ്ഞതെന്നും ഈ എഴുത്തുകാരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, തൻ്റെ ഒരു സുഹൃത്തായ കോൺഗ്രസ് പ്രവർത്തകനോട് ഈ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചു. എന്നാൽ തൻ്റെ സുഹൃത്ത് വ്യക്തമായിട്ടുള്ള മറുപടി തന്നെ ഇവർക്ക് നൽകുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴിയാണ്, തൻ്റെ സുഹൃത്ത് വഴിയാണ് താൻ ഇത്തരത്തിലൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നു എന്നുള്ള വിവരം താൻ അറിഞ്ഞത് എന്ന് അവർ പറയുന്നുണ്ട്. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ മറ്റ് പലരിൽ നിന്നും ഉണ്ടായിട്ടും താനിത് തുറന്ന് പറഞ്ഞില്ല. എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ ആരോപണങ്ങൾ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരാൻ തുടങ്ങിയതോടെ ഇപ്പോഴിത് പ്രതികരിക്കേണ്ടത് ആവശ്യകതയായി തോന്നിയതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ കൃത്യമായി ഈ നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഹണി ഭാസ്കർ നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നലെ റിനി ആൻഡ് ജോർജ് പേര് പറഞ്ഞില്ല എന്നുള്ള പേരിൽ അവർക്കെതിരെ സൈബർ ആക്രമണം ഉൾപ്പെടെ പല ഹാൻഡിലുകളിൽ നിന്ന് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്നലെ റിനി ആൻഡ് ജോർജ് പറഞ്ഞിരുന്നു തനിക്ക് നേരിട്ട ദുരനുഭവത്തെ പറ്റി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നതായി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് കൂടി ചേർത്ത് പറയുന്ന സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളെ വരെ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. CPM-ന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇനി വരും മണിക്കൂറുകളിൽ ഇന്നത്തെ ദിവസം ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക് തന്നെ നയിച്ചേക്കാം. ആര്യൻ, അജയ്, അതായത് ഇപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, പാലക്കാട് MLA ആണ്. അത്തരത്തിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ തന്നെയാണ് ഈ വലിയ ആരോപണങ്ങളുടെ ഒരു പ്രവാഹം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മിണ്ടാതിരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ നേതാക്കന്മാർക്കോ നേതൃത്വത്തിനോ സാധിക്കാത്ത സാഹചര്യമാണ്. ഇതുവരെ ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞു, അതായത് പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല, വീണ്ടും ഉന്നത പദവികൾ നൽകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങി എന്നുള്ളത്. അതേപോലെ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്, ഷാഫി പറമ്പിലിനടക്കം ഈ വിഷയം അറിയാമായിരുന്നു, പരാതി ഇത്തരത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം അറിയാമായിരുന്നു, എന്നിട്ടും പ്രതികരിച്ചില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന തരത്തിലൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നതല്ലേ സാഹചര്യം?
അതെ, ഇത്തരത്തിലൊരു സമാനമായിട്ടുള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു. ഇതിനെപ്പറ്റി ഇപ്പോൾ കഷ്ടിച്ച് ഒരു മാസം മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇത് അടിസ്ഥാനമില്ലാത്ത മുഖമില്ലാത്ത ആരോപണങ്ങളാണ് തനിക്ക് നേരെ വരുന്നത്, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അന്ന് മറുപടിയായിട്ട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് ഒരു മുഖം മാത്രമല്ല, കൂടുതൽ മുഖങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നലെ റിനി ആൻഡ് ജോർജ് പറഞ്ഞതനുസരിച്ച് കോൺഗ്രസിലെ പല നേതാക്കളുടെ മക്കൾക്ക് പോലും ഈ യുവ നേതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലരും ഈ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല, പലരും ഇതിൽ ഒരു പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറാകുന്നില്ല. നിരവധി പേർ ഇയാൾക്കെതിരെ ഇപ്പോൾ പരാതിയുമായി വരുന്നതായി പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇയാളെ പറ്റി ഒരു പരാതിയുമായി രംഗത്ത് വരാൻ ആരും തയ്യാറാകാത്ത ഈ സാഹചര്യത്തിലാണ് തൻ്റെ കടന്നുവരവ് എന്ന് യുവനടി പറയുന്നുണ്ട്. എന്നാൽ പേര് വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു. ഇന്ന് ഹണി ഭാസ്കർ എടുത്തു സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താങ്കളോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൽ തന്നെ മറ്റൊരുപാട് വനിതാ നേതാക്കളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ താങ്കളിൽ നിന്ന് എന്തുമാത്രം മോശം അനുഭവമായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിൽ നിന്ന് പോലും ഇടപഴകുന്ന ആൾക്കാർക്ക് ഇത്തരം മോശം അനുഭവം ഉണ്ടാകുമ്പോൾ പലരും ഭയം കൊണ്ട് ഇത് കോൺഗ്രസിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധിയാകും താൻ നേരിടാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക കാരണം ഇതൊന്നും പുറത്തു പറയാതെ ഭയന്ന് കഴിയുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഈ ഹണി ഭാസ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കോൺഗ്രസിനെതിരെ കൂടിയുള്ള ഒരു കടന്നാക്രമണമാണ് ഇപ്പോൾ ഇവർ നടത്തിയിട്ടുള്ളത്. ഫണ്ട് തട്ടിപ്പിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമെല്ലാം താങ്കളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന യുവ നേതാക്കൾ പലരോടും ആയിട്ടാണ് താങ്കൾ ഈ കാര്യം പറയുന്നത്. ഇത്തരത്തിലൊരു ആഭാസക്കൂട്ടത്തിൻ്റെ ഇടയിൽ സ്ത്രീ വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് സ്ത്രീകളെ മോശമായി കാണിക്കുന്ന ഒരു പ്രവണതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. തൻ്റെ പേര് വലിച്ചിട്ട ഒരു അനുഭവമാണ് താൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പ്രതികരിച്ച് തനിക്ക് മെസ്സേജുമായി വന്ന കൂടുതൽ കാര്യങ്ങൾക്ക് താൻ മറുപടി നൽകിയിരുന്നില്ല. ഇതിനു മുൻപ് തന്നെ തനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രവൃത്തികളെ പറ്റി മറ്റ് പലരിൽ നിന്നും താൻ കേട്ടിരുന്നു. എന്നാൽ അത്തരം തനിക്ക് മുൻപ് ഈ നേതാവിനെ പറ്റി ഉണ്ടായിരുന്ന ആ ധാരണകളെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഈ മെസ്സേജ് തനിക്ക് വന്നതെന്നും ഈ ഹണി ഭാസ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പ് സ്വകാര്യമായിട്ടും അല്ലാതെയുമായിട്ടുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പലരും ഇവരോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു നിരവധി പേർ ഈ നേതാവിനെതിരെ തന്നെ രംഗത്ത് വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ തന്നെ, യൂത്ത് കോൺഗ്രസിലുള്ള പ്രവർത്തകർ തന്നെ തന്നോട് ഈ കാര്യം സൂചിപ്പിക്കണമെങ്കിൽ, എതിർചേരിയിലുള്ള രാഷ്ട്രീയ പക്ഷത്തുള്ള തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കണമെങ്കിൽ എത്രമാത്രം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതെന്നും ഹണി ഭാസ്കർ പറയുന്നുണ്ട്. ഒരുപാട് പേരോട് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഇവരുടെ ഈ തൻ്റെ സുഹൃത്തായിട്ടുള്ള ആളിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരോട് വരെ മോശമായിട്ട് പെരുമാറുന്ന ഈ പ്രവൃത്തിയിൽ സഹികെട്ടാണ് കോൺഗ്രസ്സിൽ തന്നെ പലരും ഇരിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. ഇന്നലെ റിൻസി ആൻഡ് ജോർജ് പറഞ്ഞ ഒരു കാര്യം, ഇത്തരത്തിൽ നിരവധി പേർ പരാതിയായിട്ട് എത്തിയിട്ടും താൻ തന്നെ വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിട്ട് പോലും നിരവധി സ്ഥാനമാനങ്ങൾ ഈ യുവ നേതാവിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഹണി ഭാസ്കർ പറയുന്നതനുസരിച്ച് ഹണി ഭാസ്കറിന് സന്ദേശം അയച്ചതിന് ശേഷമാണ് ഈ പാലക്കാട് ഇപ്പോൾ അങ്ങനെ കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങളിലേക്ക്, ഈ കൂടുതൽ ഉന്നതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ ലഭിച്ചതിലും കൂടി ഒരു കുറ്റപ്പെടുത്തലുമായിട്ടാണ് ഇന്നലെ റിൻസി ആൻഡ് ജോർജ് ആണെങ്കിലും എത്തുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾ ഇപ്പോൾ കൂടുതൽ ഇന്നലെ ഒരു റിൻസി ആൻഡ് ജോർജ് ഒരു പേരില്ലാതെ യുവ നേതാവിനെതിരെ ആരോപണവുമായിട്ട് വന്നിരുന്നു. ഇന്ന് ഹണി ഭാസ്കർ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആരോപണം ഉന്നയിക്കുന്നു. മുൻപ് ഇത്തരത്തിലൊരു ആരോപണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും അത് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ രണ്ടുപേർ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനി ഇനിയും മറ്റ് പരാതികളൊക്കെ ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി എങ്ങനെ രാഷ്ട്രീയപരമായി ഉള്ള പ്രതികരണങ്ങളും വിവാദങ്ങളും ഉയർന്നു വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. താരസംഘടന അമ്മയുടെ തലപ്പത്ത് ആര് എത്തുന്നു എന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്ന് നടൻ മോഹൻലാൽ.
ആരെത്തിയാലും നല്ല നിലയിൽ ക്ഷേമ പ്രവർത്തനങ്ങളുമായി സംഘടന മുന്നോട്ടു പോകും. ഇതുവരെയുള്ള തന്റെ അനുഭവ പരിചയം പുതിയ ഭരണസമിതി അംഗങ്ങളുമായി പങ്കുവെക്കുമെന്നും മോഹൻലാൽ ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ലാലേട്ടൻ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ മൊത്തം ലാലേട്ടനെ ഒന്ന് വളഞ്ഞു. അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ നിന്നൊരു നിൽപ്പുണ്ട്. അയ്യോ, എനിക്കൊന്നും ഭയങ്കര നമ്മുടെ കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണ് പൊത്തിയല്ല, ആരെങ്കിലും മൈക്ക് കൊണ്ട് കണ്ണിലിടിക്കുമെന്ന് എഴുതിയിട്ട് നിന്നാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഒന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം നമുക്കൊരു സേഫ്റ്റി അല്ലേ കാര്യം. അവരുടെ ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കണ്ണിൻ്റെ അകത്ത് നന്നായിട്ട് ആ മൈക്ക് കൊണ്ടു. അത് കണ്ണിൻ്റെ അകത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് കുറേ സമയം അത് ഞാൻ സഫർ ചെയ്യേണ്ടി വന്നു. അപ്പം അത് വേണ്ടിയിട്ട് നിന്നാണ്, അല്ലാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നാണ്. അവിടെ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പം അത് അവർക്ക് ആദ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പം അതൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിന്നു. അതെ ഞാൻ ചോദിച്ചത്. പക്ഷെ ഞങ്ങളത് കണ്ടിരുന്ന് ഞങ്ങൾക്ക് തോന്നിയത്, അയ്യോ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്ര സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരു സിമ്പിളല്ല, ഞാൻ എൻ്റെ കണ്ണുകളെയും ചെവിയൊക്കെ രക്ഷിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചുറ്റും ഇത്ര ആള് ചുറ്റും നിൽക്കുമ്പോൾ ഒരു ദേഷ്യവും തോന്നാതെ ഇങ്ങനെ ക്ഷമയോടെ നമ്മളല്ലേ അങ്ങോട്ട് പോയി സംസാരിക്കുന്നത്. നമ്മളവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സംസാരിച്ചപ്പോഴേ. അപ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ പോയി വോട്ട് ചെയ്തു, എനിക്കന്ന് പോകണം, ഞാൻ ഹാവ് ടു എനിക്ക് മദ്രാസിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അത് വോട്ട് ചെയ്തു. അത് ഞങ്ങളുടെ അവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു കാര്യമാണ്. വോട്ട് ചെയ്തിൽ അതിലാരാണ് വരുന്നത് അവരതിൻ്റെ പോസ്റ്റുകളിലേക്ക് പോകും. ഇതൊരു നല്ല സംഘടനയാണ്. ഇത് ഒരുപാട് പുറത്തറിയാൻ പാടില്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മളെല്ലാ കാര്യങ്ങളും പറയാറില്ലല്ലോ, നമ്മുടെ ഒരു 565 പേർക്ക് വേണ്ടി ചെയ്യുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിലേക്ക് പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വരട്ടെ. അതിപ്പോൾ സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല, സ്ത്രീ വന്നാലും പുരുഷൻ വന്നാലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ പറ്റും. നമ്മൾ അവിടെ എല്ലാ ദിവസവും ഓഫീസിൽ പോയി ഇരിക്കണം എന്നൊന്നുമില്ല. അവരെ എന്തൊക്കെ രീതിയിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡിസിഷൻസിലൊക്കെ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. എന്തായാലും ആ പുതിയ സംഘടനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു ലാലേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ വരുത്താനല്ല, അത് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ്. മനഃപൂർവ്വം ഇരുന്ന് മാറ്റം വരുത്താൻ ഒന്നും ആവശ്യമുള്ള കാര്യമല്ല. അത് ഒരു സിസ്റ്റമിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനൊന്നും എനിക്കറിയില്ല. അങ്ങനെ മാറ്റങ്ങൾ മനഃപൂർവ്വം വരുത്തുമ്പോഴാണല്ലോ കുഴപ്പങ്ങളുണ്ടാകുന്നത്. ഒരു കാര്യം മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വന്നു, ആ സിസ്റ്റമിൽ തന്നെ പോകാം. പിന്നെ ആ സിസ്റ്റത്തിനെ ഇനി എങ്ങനെ കൂടുതൽ നന്നാക്കുക എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് പറയും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു കമ്മിറ്റിയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ച് നമ്മുടെ സംഘടനയ്ക്ക് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ സംഘടനയാണ്. അതല്ലാതെ നമ്മൾ സിനിമയിലായതുകൊണ്ട് എല്ലാവരുടെയും നോട്ടം അതിലേക്ക് വരുന്നു. അല്ലാതെ അവർ ഒരു പാവപ്പെട്ട സംഘടനയാണ്, അവരങ്ങനെ ജീവിച്ചു പോകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം മകൾ വിസ്മയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചും മോഹൻലാൽ മനസ്സ് തുറക്കുകയുണ്ടായി. ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം മകൾ പറഞ്ഞു. വിസ്മയ മാർഷൽ ആർട്സും പഠിക്കുന്നുണ്ട്. അതിന് അനുയോജ്യമായ കഥ വന്നപ്പോൾ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും മലയാളത്തിലെ പ്രിയതാരം വ്യക്തമാക്കി. ലാലേട്ടാ, ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ സന്തോഷത്തോടെ കൂടി കേട്ടൊരു വാർത്തയുണ്ട്. മകള് വിസ്മയ സിനിമയിലോട്ട് വരുന്നു. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം, വിസ്മയുടെ തുടക്കം പോലെ തന്നെ പേരും അങ്ങനെ തന്നെയാണ്, തുടക്കം എന്നുള്ള സിനിമയിൽ വരുവാണ്. എനിക്ക് തോന്നുന്നു SP പോസ്റ്റിലല്ലാതെ ലാലേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും വിസ്മയുടെ തുടക്കത്തെ പറ്റി ലാലേട്ടൻ പറയുന്നത് കേൾക്കാൻ. ഇല്ല, അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അവർ സ്കൂളിലും ഒക്കെ ആക്ട് ചെയ്യുന്നൊരു കുട്ടിയാണ്. അവർ ആക്ടിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, അവർ ഡാൻസ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് കോഴ്സ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു മാർഷൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഷീൻഡു തായ്ച്ചി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നുമല്ല, ഐ വോണ്ട് ടു ആക്ട് ഇൻ വൺ ഫിലിം. ഒരു പക്ഷേ പ്രണവ് അഭിനയിച്ച് കണ്ടുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എനിക്കൊരു സമയമായി ഐ ആം പ്രിപ്പയർഡ് എന്ന് പറഞ്ഞപ്പോൾ ജൂഡ് ആൻ്റണി ഒരു കഥ, ജൂഡിൻ്റെ ഒരു കഥ ഇവർക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. അതും ഒരു മാർഷൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ആ കഥ ആ കുട്ടിയോട് പറയുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ അതിന് ചെയ്യാമെന്നുള്ളൊരു തയ്യാറെടുപ്പുണ്ടായി. അതാണ്, അല്ലാതെ ആ സിനിമ ഇനി ഉണ്ടാകണം, അത് അഭിനയിക്കണം, ആ സിനിമ റിലീസാകണം, അതൊരു പ്രോസസ്സാണ്. പ്രണവും അങ്ങനെയായിരുന്നു. പ്രണവും ആദി എന്നുള്ള ഫിലിം
അയാളും സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമയോട് അത്യാവശ്യം പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ഒരു ആക്ടറുടെ മകൻ അല്ലെങ്കിൽ മകൾ അഭിനയിക്കണം എന്നൊരു റൂളും ഇല്ല. അത് അവരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് അവർ വന്നപ്പം എന്നോട് പറയുകയും ഞങ്ങളോട് പറയുകയും ചെയ്തപ്പം നമുക്ക് അതിനുള്ളൊരു സംവിധാനമുണ്ട് അല്ലേ. ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസുണ്ട്, ഞങ്ങൾക്ക് പിന്നെ അതിലൊരു പാരഫെർനാലിയൊക്കെ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊരു സിനിമ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിസ്മയ്ക്കൊരു സിനിമ കിട്ടിയത്. അല്ലാതെ നാളെ മോഹൻലാലിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് സിനിമയൊന്നും കിട്ടില്ല. നമ്മൾ യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു കഥ കിട്ടി. അപ്പോൾ അത് ചെയ്താൽ നന്നായിട്ടുണ്ടാകും തോന്നിയിട്ട് ജൂഡുമായിട്ട് സംസാരിച്ചു. ജൂഡ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലാലേട്ട എന്തായാലും എല്ലാ പാരൻസിനും നമ്മുടെ മക്കളൊരു പുതിയ മേഖലയിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിനൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ അതോടൊപ്പം തന്നെ വിസ്മയ ഭയങ്കര എക്സൈറ്റഡ് ആണോ ലാലേട്ട? അവരുടെ കാര്യം എനിക്കറിയില്ല. അവർ എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളെ ഒരു ഫാമിലി എല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫാദറിലോ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കുടുംബമൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമല്ല. അതാ നന്നായിട്ട് ചെയ്താൽ അവർക്ക് കൊള്ളാം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വളരെയധികം ആഗ്രഹിക്കണം എൻ്റെ മകൻ ഒരു വലിയ ആക്ടറായി മാറണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ല എൻ്റെ മകൾ വലിയൊരു ആക്ടറാകണമെന്നൊന്നും ഞാൻ തന്നെ അങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ ദേ ഹാവ് ടു കം, ഇതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഏരിയയാണ്. അത്ര ഈസി അല്ല അല്ലേ. നമ്മളൊരു പെർഫോമറായിട്ട് ഒരു കാര്യം ചെയ്ത് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ മനസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു വലിയൊരു ട്രാവലാണ്. അതിലൊരുപാട് കാര്യങ്ങൾ കൂടിച്ചേരണം. അതിന് ഒരു പ്രത്യേക ഭാഗ്യം വേണം. ഭാഗ്യം എന്ന് പറയുന്ന ഒരു വാക്കല്ല, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് ഒരു എന്താ പറയണ്ടേ ഒരു ഡിവിനിറ്റി ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ ഉണ്ടായി അതൊരു സക്സസ് ആയാൽ വളരെയധികം സന്തോഷം. അതായില്ലെങ്കിൽ അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അത് അവരുടെ കപ്പ് ഓഫ് ടീ അല്ലെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അപ്പം നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മമ്മൂട്ടിയുടെ ആയുടെ ആരോഗ്യത്തിനായി ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെ മതത്തിന്റെ കണ്ണിലൂടെ ചിലർ തെറ്റിദ്ധരിച്ചെന്ന് മോഹൻലാൽ. മമ്മൂട്ടിയോടുള്ള സ്നേഹത്തെ മതവുമായി കൂട്ടിക്കെട്ടിയത് വേദനയുണ്ടാക്കി. തിരുവനന്തപുരത്ത് ന്യൂസ് 18 പ്രതിനിധി ഭവ്യ പാർവതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ വൈകാരിക പ്രതികരണം. മടങ്ങി വരുന്ന മമ്മൂട്ടി ആദ്യം അഭിനയിക്കുന്നത് തനിക്കൊപ്പമാണെന്ന സന്തോഷവും ന്യൂസ് 18മായി മോഹൻലാൽ പങ്കുവച്ചു. ലാലേട്ട, ഇപ്പം ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക. അദ്ദേഹം കുറച്ച് നാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു. പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പോൾ ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല, എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയിലടക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു. അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ടുപേര്, അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ടുപേര് എങ്ങനെയായിരിക്കണം ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം അല്ലേ. ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത്, ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു സംശയം ആയിരുന്നു, അതെന്നൊക്കെ അത് മാറി, ഒരു കാർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും. അദ്ദേഹം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ഇന്നലെ ഒരു FB പോസ്റ്റ് ഇട്ടു, അതിലൊന്നും പറയുന്നില്ല, ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്, അതിലെല്ലാം ഉണ്ട് അല്ലേ ലാലേട്ടാ? വളരെ സന്തോഷം. ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട്. ആ ഡോക്ടറുടെ ഡിസിഷനാണ്. തീർച്ചയായും. ന്യൂസ് 18 അനുവദിച്ച ഈ പ്രത്യേക അഭിമുഖം പ്രേക്ഷകർക്കുടൻ തന്നെ ന്യൂസ് 18 കേരളത്തിൽ പൂർണ്ണ അഭിമുഖം കാണാം. അപ്പോൾ കാത്തിരിക്കുക. കത്ത് ചോർച്ച വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷെർഷാദ് CPM സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന വിലയിരുത്തലിലാണ് CPM കേന്ദ്ര നേതൃത്വം. ഷെർഷാദിനെതിരെ MV ഗോവിന്ദൻ നിയമ നടപടി ആരംഭിച്ചതും CPM പോളിറ്റ് ബ്യൂറോ അനുമതിയോടെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും
അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചേക്കും. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ചങ്ങനാശ്ശേരി കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിലാണ് ഇന്നലെ വൈകുന്നേരം പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. SB കോളേജ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഭിന്നതയെ തുടർന്ന് ഇത്തവണ SB കോളേജിൽ KSU 2ആയാണ് മത്സരിച്ചത്. ഇതിന് പിന്നാലെയാണ് KSU ജില്ലാ അധ്യക്ഷൻ നൈസാം ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചത്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡെന്നിസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SB കോളേജിലെ KSU പ്രവർത്തകരുമാണ് ഏറ്റുമുട്ടിയത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ്. 2024 പരിശോധനയിൽ 211 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലും വോട്ടുള്ളവരുടെ പേരുകളാണിത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 58 മുതൽ 72 വരെയുള്ള ബൂത്തുകളിലാണ് ഇരട്ട വോട്ടെന്നാണ് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ നൽകിയ വിവരാവകാശ രേഖയിലുള്ളത്. രണ്ടിടത്തെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉൾപ്പെടെയുണ്ട്. തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാലാണ് പലരും അവിടുത്തെ വോട്ട് നിലനിർത്തുന്നത്. ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടമുള്ളവരോ പണിക്കെത്തുന്നവരോ ആണ് ഇവരെല്ലാം. തെരഞ്ഞെടുപ്പ് ദിവസം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കും. തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകുമ്പോൾ മാത്രമാണ് ജില്ലാ ഭരണകൂടം നടപടിയെടുക്കുന്നത്. ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലവിൽ ഇവിടെ താമസക്കാരോ ഒന്നുമല്ലാതാണ്. ഇവര് അന്യ സംസ്ഥാനത്ത് വീടും അതുപോലെ തന്നെ അവിടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്ന ആളുകളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരുടെ ID കാർഡുകൾ ഇവിടെ CPMന്റെ പാർട്ടി ഓഫീസിലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കയ്യിൽ മേടിച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിച്ച് തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് വീണ്ടും അവരെ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ CPM അതുപോലെ LDFും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിലെ വോട്ട് നിലനിർത്താനാണ് താൽപര്യപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടുന്നുമില്ല. ന്യൂസ് 18 ഇടുക്കി. ഇന്നാണ് വിജയിയുടെ മധുര റാലി. മധുര റാലിയിലേക്ക് ഉറ്റുനോക്കുകയാണ് തമിഴക രാഷ്ട്രീയം. DMKയും BJPയും കടന്നാക്രമിക്കുന്ന വിജയ് മധുര സമ്മേളനത്തിൽ എടപ്പാടി പളനിസ്വാമിയെയും വിടുമോ എന്നുള്ളതാണ് ആകാംക്ഷ. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15% മുകളിൽ വോട്ട് TVKയ്ക്ക് ലഭിച്ചേക്കുമെന്ന സർവേ റിപ്പോർട്ടുകളാണ് എതിരാളികളുടെ ഉറക്കം കെടുത്തുന്നത്. തമിഴക വെട്രി കഴകത്തിന്റെ 2ാം സംസ്ഥാന സമ്മേളനത്തിൽ 1.5 ലക്ഷത്തോളം പേരെ അണിനിരത്തുമെന്നാണ് പ്രഖ്യാപനം. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക രാഷ്ട്രീയത്തിലെ ഗെയിം ചേഞ്ചർ വിജയ് ആകുമോ? തമിഴകവും രാജ്യവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തമിഴക വെട്രിക്കഴകത്തിൽ തകൃതിയാണ്. പാർട്ടിയുടെ 2ാമത് സംസ്ഥാനതല സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് മധുര പാരപ്പാട്ടിയിലെ 500 ഏക്കർ വേദിയിൽ ഒരുങ്ങുന്നത്. കൂറ്റൻ വേദിക്ക് മുന്നിൽ 1 കിലോമീറ്റർ നീളത്തിൽ റാമ്പ്, അടിയന്തര ആവശ്യങ്ങൾക്ക് മെഡിക്കൽ കിറ്റുകൾ എത്തിക്കാൻ ഡ്രോണുകൾ, സ്ത്രീകൾക്ക് പിങ്ക് റൂമുകൾ, സേവനം നൽകാൻ തയ്യാറായി സമ്മേളന സ്ഥലത്ത് 300ഓളം ഡോക്ടർമാർ, 100 ആംബുലൻസുകൾ. അങ്ങനെ പോകുന്നു സമ്മേളന വേദിയിലെ തയ്യാറെടുപ്പുകൾ. വർക്ക് ഫ്രം ഹോം പൊളിറ്റിക്സ് എന്ന എതിരാളികളുടെ വിമർശനത്തിന് വേദിയിൽ വിജയിയുടെ മറുപടി എന്താകും? കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരെ വിമർശനം ശക്തമാക്കുന്ന വിജയ് പക്ഷേ എടപ്പാടി പളനിസ്വാമിയോട് മൃദു സമീപനം പുലർത്തുന്നെന്ന അഭിപ്രായമുണ്ട്. AIADMKയെയും വിജയ് ലക്ഷ്യം വയ്ക്കുമോ മധുര റാലിയിൽ? TVK 15% വോട്ട് നേടുമെന്ന സർവേ റിപ്പോർട്ടുകൾ പരമ്പരാഗത പാർട്ടികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. DMK വിരുദ്ധ വോട്ടുകളിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന TVKയുടെ കട്ടൌട്ടുകളിൽ MGRും അണ്ണാദുരയുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ജില്ലാതല യാത്രകളിലൂടെയാണ് അടുത്തഘട്ട പ്രചരണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വ്യക്തമാക്കുന്നതാകും മധുര പാരപ്പാട്ടിയിൽ
വിജയുടെ വാക്കുകൾ. ന്യൂസ് 18 തമിഴ്നാട്. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിജയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ? സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? വിലയിരുത്തലുകൾ എങ്ങനെയാണ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിനാണ് TVK തയ്യാറെടുക്കുന്നത്. കാരണം വിഴുപുരത്തെ വിക്രവാണ്ടിയിലായിരുന്നു ആദ്യ സംസ്ഥാന സമ്മേളനം 2024 ഒക്ടോബർ. അതിനുശേഷം ഇപ്പോൾ മധുരയിലെത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തമിഴ്നാട്ടിൽ കളമൊരുങ്ങുകയാണ്. പ്രത്യേകിച്ച് വിജയുടെ വരവ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ADMKയും DMKയും അവരുടെ പ്രചാരണം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മധുരയിൽ ഇന്ന് എന്തു വിജയ് പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. അവിടെ കൂറ്റൻ കട്ടൗട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ CN അണ്ണാദുരൈയുടെ ഫോട്ടോയുണ്ട്, ഒപ്പം തന്നെ MGRയുടെ പടമുണ്ട്. ഇത് കൂടാതെ അവർക്കൊപ്പം വിജയ് നിൽക്കുന്ന ചിത്രമാണുള്ളത്. അതിൽ എഴുതിയിട്ടുള്ളത് ചരിത്രം ആവർത്തിക്കും എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് നേതാക്കളും തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. കാരണം 67 ആദ്യമായി അവിടെ DMK അധികാരത്തിൽ വരുന്നത്. കോൺഗ്രസ് ഭരണത്തെ മാറ്റിക്കൊണ്ട് പിന്നീട് തുടർച്ചയായി DMK ഭരണം വരുന്നത് 67 അന്ന് മുഖ്യമന്ത്രിയായത് അണ്ണാദുരൈയാണ്. അതിനുശേഷം 77 ആദ്യമായി ADMK അധികാരത്തിൽ വരുന്നത്. MG രാമചന്ദ്രൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ ചരിത്രം ആവർത്തിക്കും എന്നെഴുതുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വിജയ്ക്കും TVKയ്ക്കും ഉള്ളത്. ഏതായാലും ചില നീക്കങ്ങളൊക്കെ തന്നെ വിജയ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരിക്കും, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, നിലപാട് തുടങ്ങിയവ എന്തായിരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് BJPയോട് ഒരിക്കലും യോജിപ്പില്ല, അതേ സമീപനം തന്നെയായിരിക്കും സംസ്ഥാനം ഭരിക്കുന്ന DMKയോടും എന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനർത്ഥം ADMKയോട് മൃദു സമീപനം വിജയ്ക്കുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ADMKയുമായി ചില ചർച്ചകളൊക്കെ തന്നെ വിജയ് നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ADMK വിജയുമായി സഖ്യത്തിന് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല പിന്നീട് BJPയായി കൈകോർക്കുന്നതൊക്കെ തന്നെ കാണുകയും ചെയ്തു. ഏതായാലും ADMKയുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നു വിജയ് എന്ന് വേണം കരുതാൻ. കാരണം എടപ്പാടി പളനിസ്വാമിയാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. അവർക്കെതിരെ വലിയ വിമർശനങ്ങളും തന്നെ വിജയുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിനോടും ചില മൃദു സമീപനം വിജയ് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് DMK കക്ഷിയുടെ അല്ലെങ്കിൽ DMK അനിവാര്യമായ ഒരു സഖ്യകക്ഷിയാണ് കോൺഗ്രസിന്. അപ്പോൾ അത്തരമൊരു നീക്കപോക്കൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും DMK മുന്നണിയിലുള്ള ചെറിയ പാർട്ടികളെയൊക്കെ തന്നെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് വിജയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതുകൊണ്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പല കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മധുര രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസിന് വിജയ് തെരഞ്ഞെടുത്തെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, സാംസ്കാരിക തലസ്ഥാനം എന്ന്, തമിഴ്നാടിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് മധുരൈ. ഇതിന് പുറമെ പല പാർട്ടി സമ്മേളനങ്ങൾക്ക് വേദിയായ സ്ഥലമാണ്. ഒപ്പം വിജയ്കാന്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയത് ഇവിടെ നിന്നാണ്. വിജയ്കാന്ത് നേരത്തെ തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമുള്ള കക്ഷിയായിരുന്നു. ADMKയും DMKയും ഒക്കെ ഒപ്പം തന്നെ അദ്ദേഹം 2011 മത്സരിക്കുകയും അന്ന് പ്രതിപക്ഷ നേതാവുകയും ചെയ്തു. ഏതാണ്ട് 10% അടുത്ത് വോട്ട് നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അത്തരം വോട്ടുകളൊക്കെ തന്നെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം വിജയ്ക്കുണ്ട്. ഏതായാലും വിജയ് ഇന്ന് എന്തു പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. വൈകിട്ടോടു കൂടിയായിരിക്കും വിജയ് അഭിസംബോധന ചെയ്യുക പ്രവർത്തകരെ. ആര്യ. യെസ്, രാകേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ലോക്സഭ പാസാക്കിയ ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രിക്കാനുള്ള ബിൽ ഇന്ന് രാജ്യസഭ പാസാക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധത്തിന്റെ കാര്യമായ ചർച്ചകൾ ഇല്ലാതെയാണ് പല ബില്ലുകളും പാസാക്കിയത്. അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ 30 ദിവസം കസ്റ്റഡിയിലായാൽ നീക്കം ചെയ്യാൻ അധികാരം നൽകുന്ന ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കണ്ണൂരിൽ യുവാവ് തീ കൊളുത്തിയ യുവതി മരിച്ചു. കുറ്റ്യാട്ടൂർ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. പൊള്ളലേറ്റ സുഹൃത്ത് ജിജേഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സുമേഷ് മൊറാര ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുമേഷ്, ഇന്നലെയാണ് ഈ ആക്രമണം നടന്നത്. ഇപ്പോൾ യുവതി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മളെ തേടിയെത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. ആര്യ, ഗുരുതരമായ പൊള്ളലേറ്റതിനെ തുടർന്ന് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന ഇതിനിടെയായിരുന്നു ഈ യുവതിയുടെ മരണം ഇന്ന് പുലർച്ചെയോടെ സ്ഥിരീകരിച്ചത്. ഇന്നലെയായിരുന്നു ഇത്തരം സംഭവം നടക്കുന്നത്. കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ ഭർത്തൃമതിയായിട്ടുള്ള യുവതിയാണ് യുവാവ് വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ഈ നാട്ടിൽ നടക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത്. കാരപ്പുറത്ത് വീട്ടിൽ OV അജേഷിന്റെ ഭാര്യ പ്രവീണയാണ് ഇരിക്കൂർ കുട്ടാവ് സ്വദേശിയായിട്ടുള്ള പട്ടേരി ജിജേഷ് എന്നയാൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ജിജേഷിനെതിരെ പോലീസ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്.
കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ട് വീട്ടിൽ കയറിയ യുവാവ് കയ്യിൽ കരുതിയ പെട്രോൾ യുവതിയുടെ നേരെ ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു. ഈ സമയത്ത് അജേഷിന്റെ അച്ഛനും ഈ സഹോദരനും മകളും വീട്ടിലുണ്ടായിരുന്നു. ഇവർ ബഹളം വെച്ചതിനെ തുടർന്നാണ് അയൽവാസികളും അതുപോലെ തന്നെ പോലീസും എത്തുകയും ചെയ്തത്. ഈ അജേഷിനും ഗുരുതരമായ പൊള്ളലേറ്റുകൊണ്ട് ഇവരെയും അപ്പോൾ തന്നെ കണ്ണൂരിലെ പരിയാരത്തുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു പുലർച്ചയോടുകൂടി ഈ യുവതിയുടെ മരണം സ്ഥിരീകരിച്ചത്. ഈ യുവാവായിട്ടുള്ള ജിജേഷും ഈ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ഈ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർ നേരത്തെ പരിചയക്കാരായിരുന്നു, സൗഹൃദത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഈ ബന്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവൃത്തികളൊക്കെ ഈ വ്യക്തിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന് വൈരാഗ്യമാണോ ഇത്തരം ഒരു കൃത്യത്തിന് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ ACP പ്രദീപ് കണ്ണിക്കുയലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ആര്യ. ഓക്കെ, ശരി, നന്ദി സുമേഷ്. മടങ്ങിയെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. 3 മാസം പ്രായമായ കുഞ്ഞും 11-കാരിയുമാണ് ചികിത്സയിലുള്ളത്. രോഗം സ്ഥിരീകരിച്ച 49-കാരനും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മലപ്പുറം സ്വദേശിയുടെ സ്രവ പരിശോധന ഇന്ന് നടത്തും. ബോധവൽക്കരണം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് കൊന്നക്കാട്ട് കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ മലയോര മേഖലയിൽ ഉണ്ടായത് ലക്ഷങ്ങളുടെ കൃഷിനാശമാണ്. ആനകളെ തുരത്താൻ ആരംഭിച്ച ഫെൻസിംഗ് പ്രവൃത്തികൾ എങ്ങും എത്തിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാഴകളും കവുങ്ങുകളും പിഴുതെടുത്ത് പലയിടങ്ങളിലേക്കായി വലിച്ചെറിഞ്ഞു. 500ഓളം വാഴകളും 100-ലേറെ കവുങ്ങുകളുമാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ മാത്രം കാട്ടാനകൾ നശിപ്പിച്ചത്. കാലവർഷ ആരംഭം മുതൽ ആനകൾ കർണാടകയിലെ വനത്തിൽ നിന്ന് കാസർകോട്ടെ കൃഷിയിടങ്ങളിൽ എത്തുന്നത് പതിവാണ്. കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയത്തിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. മഴ തുടങ്ങിയ സമയം മുതൽ ആനകള് നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങ്, കമുക്, വാഴ, മറ്റു ഫലവൃക്ഷ മരങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിലൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും തന്നെ കാണുന്നില്ല. കൊന്നക്കാട് കടവത്തുമുണ്ടായിലെ കുഞ്ഞുമോന്റെയും ബെന്നിയുടെയും കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ്. മലയോര പ്രദേശങ്ങളായ മൈക്കയം, കൊന്നക്കാട്, പുഞ്ച തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം നിരന്തരമായി കാട്ടാനശല്യം നേരിടുന്നതായി കർഷകരും ജനപ്രതിനിധികളും പറഞ്ഞു. ആനകളെ തുരത്താനായി ആരംഭിച്ച ഫെൻസിംഗും സോളാർ വേലിയും എങ്ങും എത്താതായതോടെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. തിരമാലകൾ തീരത്തെഴുതിവെച്ച ചെറു ചിത്രങ്ങളെ അനശ്വരമാക്കി കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പോയം ഓഫ് വേവ്സ് ഫോട്ടോ പ്രദർശനം. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഫോട്ടോഗ്രാഫർ അമീർ അലിയാണ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രദർശനം ഒരുക്കിയത്. സ്വർണ്ണ മൺതരികളിൽ കടൽ എഴുതിവെച്ച ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയപ്പോൾ തെളിഞ്ഞു വന്നത് ഒരു കാട് തന്നെയായിരുന്നു. പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള മരങ്ങൾ, ഒറ്റയായും കൂട്ടമായും തെളിഞ്ഞും മങ്ങിയും കാണുന്ന കാൽപ്പനിക വനം. ഗോവയിലെ ബാഗാക്കടപ്പുറത്ത് തിരമാലകൾ തീർത്ത നേരിയ നീർച്ചാലുകളിൽ നിന്നും ഒറ്റമരങ്ങളെയും മരക്കൂട്ടങ്ങളെയും എല്ലാം കണ്ടെത്തിയത് അമീർ അലി ഒളവറ എന്ന ഫോട്ടോഗ്രാഫർക്കുള്ളിലെ പ്രകൃതി സ്നേഹിയാണ്. ധാതുസമ്പന്നമായ കൊങ്കൺ തീരത്തിന്റെ പ്രത്യേകതയാണ് തീരത്ത് തെളിയുന്ന ചിത്രങ്ങൾക്ക് കാരണം. നിമിഷനേരങ്ങൾ കൊണ്ട് മിന്നിമറയുന്ന ചിത്രങ്ങളെ സൂക്ഷ്മതയോടെ കണ്ടെത്തുകയാണ് അമീർ അലി ചെയ്തത്. ആ ചിത്രങ്ങൾ ആയുസ് വിത്തിൻ സെക്കൻഡുകളാണ്. ഒരു തിര വന്ന് തിരിച്ച് ആ തിര ഇറങ്ങുന്ന സമയത്ത് കരയിൽ രൂപപ്പെടുന്ന ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ കംപ്ലീറ്റ് മരങ്ങളെ ചിത്രങ്ങളാണ്. പ്രകൃതി നമ്മളോട് മെസ്സേജ് ചെയ്യാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കടലും വനങ്ങളും തമ്മിൽ അന്തരങ്ങളുണ്ട്, ഒരുപാട് ഡിസ്റ്റൻസ്. ആ ഗ്യാപ്പിലാണ് ശരിക്കും നമ്മളോട് വന്ന് പറയുന്നത്. ശരിക്കും നമ്മളോട് പറയുന്നത് തന്നെ പറയേണ്ടി വരും, മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം എന്നല്ല. 2013 പകർത്തിയ ചിത്രങ്ങൾ തൊട്ടടുത്ത വർഷം UAE-യിലാണ് ആദ്യമായി പ്രദർശനത്തിന് വെച്ചത്.
വർഷങ്ങൾക്കിപ്പുറം ലോക ഫോട്ടോഗ്രഫി ദിനത്തിൽ സ്വന്തം നാടായ തൃക്കരിപ്പൂരിലും അമീർ അലി പോയം ഓഫ് വേവ്സ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഒപ്പം 2 പതിറ്റാണ്ട് കാലത്തെ യാത്രകളെ സമ്പന്നമാക്കിയ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകളാണ് ഫോട്ടോ പ്രദർശനം കാണാനെത്തിയത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. തിരുവനന്തപുരം വെള്ളറടയിൽ അപകട ഭീഷണി മുഴക്കി കൂറ്റൻ ട്രാൻസ്ഫോമർ. സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ KCB അധികൃതർ അവഗണിക്കുന്നുവെന്നാണ് പരാതി. 2 സ്കൂളുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റോഡിലാണ് ഈ അപകടക്കെണി. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന പാതകളിലൊന്നാണ് കാട്ടാക്കട വെള്ളറട റോഡ്. വെള്ളറട കൃഷിഭവന് സമീപത്തായാണ് സുരക്ഷാവേലിയോ മുൻകരുതൽ നിർദ്ദേശങ്ങളോ ഇല്ലാതെ അപകടക്കണിയായി ട്രാൻസ്ഫോമർ നിലകൊള്ളുന്നത്. ഇതിനു മുന്നിലൂടെ കടന്നുപോകുന്നത് വീതി വളരെ കുറഞ്ഞ റബ്ബറൈസ്ഡ് റോഡാണ്. വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ കാൽനട യാത്രക്കാർ ട്രാൻസ്ഫോമറിന് സമീപത്തേക്ക് ഒതുങ്ങി നിൽക്കാറുണ്ട്. കൃഷിഭവന് പുറമെ ആയുർവേദ ആശുപത്രി, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താൻ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ്. ഒപ്പം ഗവൺമെന്റ് UP സ്കൂൾ, LMS എന്നീ വിദ്യാലയങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളും കടന്നുപോകുന്നത് ഈ ട്രാൻസ്ഫോമറിന് മുന്നിലൂടെയാണ്. എന്നിട്ടും കൺമുന്നിൽ പതിയിരിക്കുന്ന അപകടം കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. അപകടം വരുത്തുന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ ഈ റോഡ് വക്കിൽ, ഈ പാതയോരത്ത് പണിതിരിക്കുന്നത്. അതിന് വേലയോ മറ്റൊന്നും തന്നെ ഇല്ല. ഒരു സുരക്ഷിതത്വവും ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നിടത്തില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ അത് അറിയാവുന്ന കാര്യമാണ്. അത് സുരക്ഷിതമായി നിർത്തുന്നതിന് മേലധികാരികൾ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃഷിഭവൻ അങ്കണത്തിൽ ഉണങ്ങി നിൽക്കുന്ന തെങ്ങ് ഏത് നിമിഷവും ട്രാൻസ്ഫോമറിന് മുകളിലേക്ക് വീഴാറായ അവസ്ഥയിലാണ്. ഇത് മുറിച്ചുമാറ്റാൻ നിരവധി തവണ പഞ്ചായത്ത്, KCB, കൃഷിഭവൻ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. തേവരക്കര സ്കൂളിലെ മിഥുൻ ഉൾപ്പെടെ ഷോക്കേറ്റുള്ള നിരവധി മരണങ്ങൾ ആവർത്തിച്ചിട്ടും അലംഭാവം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കി ഇടമലക്കുടിയിലെ ഗോത്ര ജനതയ്ക്ക് അടച്ചുറപ്പുള്ള വീടുകൾ തയ്യാറാകുന്നു. സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം 131 വീടുകളാണ് ഇടമലക്കുടിയിൽ ആദ്യഘട്ടം പൂർത്തിയായത്. ചോർന്നൊലിക്കുന്ന മൺകുടിലുകളിൽ നിന്ന് മാറി അടച്ചുറപ്പുള്ള വീടുകളിൽ വൈകാതെ അന്തി ഉറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടമലക്കുടിയിലെ ആദിവാസി ജനവിഭാഗങ്ങൾ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഈ ഓണം സന്തോഷത്തിന്റെ കാലമാണ്. നനഞ്ഞൊലിച്ച മൺവീടുകളിൽ നിന്ന് സർക്കാർ നിർമ്മിച്ചു നൽകിയ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറി താമസിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. 131 വീടുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത്. ഇടം 5-ാം വാർഡ് ചെട്ടുകുടിയ. അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾക്ക് നല്ലൊരു വീടും ഇതുപോലെ വീടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉദ്ദേശം ഈ ഓണത്തൊക്കെ ഞാൻ കൂടി താമസിച്ച് മാറാൻ വേണ്ടിയിരിക്കുക. മഴക്കാലത്തോട് പക്ഷേ ഈ കട്ടയും കമ്പിയും തകരം സീറ്റൊക്കെ കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര താമസമായി ഈ കൊല്ലം, അല്ലെങ്കിൽ നേരത്തെ നടന്നാനേ. ലൈഫ് ഭവന പദ്ധതി വഴിയും പട്ടികവർഗ വികസന വകുപ്പിന്റെ ചില പദ്ധതികളിലും ഉൾപ്പെടുത്തി 421 വീടുകളാണ് അനുവദിച്ചത്. 28 കുടികളിലേക്കായി 6,48,00,000 രൂപ ലൈഫ് മിഷനും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് നീക്കിവെച്ചാണ് വീടുകളുടെ നിർമ്മാണം നടക്കുന്നത്. കാലവർഷം നിർമ്മാണ ജോലികൾക്ക് തടസ്സം സൃഷ്ടിച്ചെങ്കിലും ബാക്കി വീടുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. കശുവണ്ടി പരിപ്പിന് പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി കാപെക്സ് ഓണവിപണിയിലെത്തുന്നു. 5 ഉൽപ്പന്നങ്ങളാണ് പുതുതായി വിപണിയിൽ എത്തിക്കുന്നത്. കൺസ്യൂമർ പാക്കറ്റിലുള്ള കശുവണ്ടി പരിപ്പിന് 5% അധിക വിലക്കിഴിവോടെയാണ് വിപണിയിൽ എത്തിക്കുന്നതെന്ന് ചെയർമാൻ M. ശിവശങ്കരപിള്ള അറിയിച്ചു. കാഷ്യൂ ബട്ടർ, കാഷ്യൂ പൗഡർ, കശുമാങ്ങ സിറപ്പ്, കശുമാങ്ങ ജാം, കശുമാങ്ങ അച്ചാർ എന്നിങ്ങനെ 5 ഉൽപ്പന്നങ്ങളാണ് പുതുതായി വിപണിയിലെത്തുന്നത്. കൂടാതെ ജനുവരിയോടെ കാഷ്യൂ സോഡയും വിപണിയിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഓണം പ്രമാണിച്ച് 30% വിലക്കിഴിവിലാണ് ഉപഭോക്താവിന് പാക്കറ്റിൽ കശുവണ്ടി പരിപ്പുകൾ വാങ്ങാനാവുക. കാപെക്സിന്റെ പുതുതായി നിർമ്മിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ മാസം 27-ന് വിപണിയിലെത്തും. ഈ ഓണക്കാലത്ത് കശുവണ്ടിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നല്ല ഡിസ്കൗണ്ടാണ് കാപെക്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
നിലവിലുള്ള ഡിസ്കൗണ്ട് 5% കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 30% ഡിസ്കൗണ്ടാണ് ഇത്തവണ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രാഞ്ചൈസികൾക്കും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇതിന് പുറമെയുള്ള ചില ഇളവുകൾ കൂടി കൊടുക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. കാപെക്സ് നേരിട്ടെത്തി കശുവണ്ടി പരിപ്പെടുക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് ഓണനാളിൽ അധിക വിലക്കിഴിവ് നൽകും. ഈ സാമ്പത്തിക വർഷം 107 തൊഴിൽ ദിനങ്ങളിൽ ജോലി നൽകിയതായും ഇനിയും 120 ദിവസം കൂടി തൊഴിൽ നൽകാനുള്ള തോട്ടണ്ടി കാപെക്സിന്റെ കൈവശമുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. ഓണക്കിറ്റിലേക്ക് കാപെക്സ് വിഹിതമായി 15,600 പാക്കറ്റുകളാണ് നൽകിയത്. പുതുതായി പുറത്തിറക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഫ്രാഞ്ചൈസികൾക്കും സഹകരണ സംഘങ്ങൾക്കും പ്രത്യേക ഇളവുകൾ നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. എല്ലാത്തിനും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ ഓണക്കാലത്തും വില ഉയരാത്ത ഒന്നേ ഉള്ളൂ, അത് ഏത്തക്കായയാണ്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇടുക്കിയിലെ ഏത്തവാഴ കർഷകരാണ്. വിലക്കുറവിനൊപ്പം പ്രതികൂല കാലാവസ്ഥയും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഓണം വിപണി ലക്ഷ്യം വെച്ച് കൃഷിയിറക്കിയ ഇടുക്കിയിലെ ഏത്തവാഴ കർഷകരുടെ ഓണപ്രതീക്ഷകൾ മങ്ങുകയാണ്. വിളവെടുപ്പ് ആരംഭിച്ചപ്പോൾ കിലോയ്ക്ക് 38 മുതൽ 45 രൂപയിൽ താഴെയാണ് ലഭിക്കുന്നത്. 55 രൂപയെങ്കിലും ലഭിച്ചാലേ നഷ്ടം ഒഴിവാക്കാനാകൂ. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇപ്പം നിർത്തി കളയാൻ കഴിയാലെന്ന് മാത്രം അതുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഒരു വാഴയ്ക്ക് നമുക്കൊരു 300-ന് മുകളിൽ മുടക്ക് വരും. സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ. ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് അപേക്ഷ കൊണ്ട് വെച്ചു, പയറിനുണ്ട്, പാവലിനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് പൈസയൊന്നും വന്നിട്ടില്ല. ഇത്തവണ കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തിരിച്ചടിയായി. മുൻ വർഷങ്ങളിൽ ശരാശരി 15 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന കുല ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ 10 കിലോയോളം മാത്രമാണ് തൂക്കം. ഒരു കുല വെട്ടി വിറ്റാൽ കർഷകന് 400 രൂപ പോലും ലഭിക്കാത്ത സാഹചര്യം. വിത്ത് വയ്ക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാമമാത്രമായ തുക മാത്രമാണ് കർഷകന് ലഭിക്കുക. കാലവർഷത്തിലെ ശക്തമായ മഴയിൽ നിരവധി ഏത്തവാഴകൾ ഒടിഞ്ഞും നഷ്ടം സംഭവിച്ചു. ന്യൂസ് 18 ഇടുക്കി. ഒരു കാലത്ത് നിരത്തുകൾ അടക്കി വാണ സ്കൂട്ടറുകളാണ് ചേതക്കും ലാംബിയും വിജയ് സൂപ്പറും വെസ്പയും ഒക്കെ. പുതിയ വേഗകുമാരന്മാർ നിരത്തുകളെ ഹരം കൊള്ളിക്കുകയാണെങ്കിലും പഴയകാല പെരുമ ഉയർത്തി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചിലരുണ്ട് നമുക്കിടയിൽ. അത്തരക്കാർക്ക് പ്രചോദനമാവുകയാണ് പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശിയായ സുജിത്ത്. അപ്പോൾ സുജിത്തിന്റെ വിശേഷങ്ങൾ കാണാം. പഴയകാല വാഹനങ്ങളുടെ മെക്കാനിക് കൂടിയാണ് അദ്ദേഹം. വിൻറ്റേജ് സ്കൂട്ടറുകൾ ഇപ്പോഴും നല്ല കണ്ടീഷനായി കൊണ്ടുനടക്കുന്നവർ വിരളമാണ്. അതിൻ്റെ പ്രധാന കാരണം നല്ല മെക്കാനിക്കിന് കിട്ടാത്തതും സ്പെയർ പാർട്സിൻ്റെ ലഭ്യതക്കുറവുമാണ്. എന്നാൽ പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി സുജിത്തിനെ അറിയാവുന്നവർക്ക് വിൻറ്റേജ് സ്കൂട്ടറുകളോടുള്ള പ്രണയം ധൈര്യമായി തുടരാം. വിൻറ്റേജ് വണ്ടികൾ ഒന്നാമത് കുറവാണ്. മാക്സിമം എല്ലാവരും ഇത് ഒരു ഒഴിവാക്കാനുള്ളൊരു എന്നുവെച്ചാൽ പൊളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പം 15 വർഷം കഴിഞ്ഞ വണ്ടിക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടി അങ്ങനെ എല്ലാ രീതിയിലും. പക്ഷെ നമ്മളിതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതിനെ ഒഴിവാക്കാനും അങ്ങനെ ഒരു പൊളിക്കാൻ കൊടുക്കാനും അങ്ങനെ ഒരു പരിപാടിക്കും നമ്മൾ ആരും നിൽക്കില്ല. ഉള്ളവർ എത്ര പൈസയാണെങ്കിലും അത് കാശ് മുടക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ ചെയ്യും. ചെറുപ്പം മുതൽ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറിനോടുള്ള ഇഷ്ടമാണ് പിന്നീട് സുജിത്തിനെ ഒരു വിൻറ്റേജ് സ്കൂട്ടർ പ്രേമിയാക്കിയത്. പിന്നീട് കയ്യിലുള്ള സ്കൂട്ടറിൻ്റെ തകരാറുകൾ പരിഹരിക്കാൻ മെക്കാനിക്കിന് കിട്ടാതായതോടെ ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനായ സുജിത്ത് സ്വന്തമായി മെക്കാനിക്കൽ പണിയും പഠിച്ചു. പണ്ട് തൊട്ട് നമ്മുടെ വീട്ടിലൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് പണ്ട് തൊട്ട് ഉപയോഗിച്ച് അതിനോട് ഇഷ്ടം കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഒരു 2018 ആയപ്പോഴത്തേന് അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്കൂട്ടർ ഫുൾ റീസ്റ്റോറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ജോലിയും കാര്യങ്ങളൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ഇടവേള സമയങ്ങളിൽ നമ്മൾ നാട്ടിലേക്ക് വരും. ശനിയും ഞായർ ദിവസങ്ങളിൽ നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ സ്കൂട്ടറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയത്. ഇത് ഇപ്പോൾ ഒരു വർഷം ആയി കാണും. നമ്മൾ ഒരു 1.5 വർഷത്തോളം ആയി കാണും നമ്മൾ ഫുള്ളായിട്ട് ഇതിനകത്ത് തന്നെ ടോട്ടലായിട്ട് ഇറങ്ങി പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട്. വീട്ടുമുറ്റത്ത് ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പും സുജിത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്.
ആവശ്യമായ പാർട്സുകളെല്ലാം ദൂരെ നിന്നാണ് എത്തിക്കുന്നത്. വിൻറ്റേജ് സ്കൂട്ടറുകൾക്കായി ഒരു ആധുനിക ഗാരേജ് തുറക്കാനുള്ള ശ്രമത്തിലാണ് സുജിത് ഇപ്പോൾ. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ സർവീസ് റോഡുകളിൽ ബസ്സുകൾക്ക് വിലക്ക്. ബസ് സർവീസ് നിർത്തിയതിനാൽ ജനങ്ങളും ദുരിതത്തിലാണ്. ചെറുവാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ലോഡ് കയറ്റിയ ടോറസ് വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്നതായി ആരോപണം ഉയരുന്നു. ആഴ്ചകളായി വാടാനംകുറിശ്ശിയിൽ യാത്രാ ദുരിതത്തിലാണ് ജനങ്ങൾ. ആദ്യം 10 ദിവസം എന്ന് പറഞ്ഞ് 1 മാസത്തിലധികം കഴിഞ്ഞാണ് താൽക്കാലികമായെങ്കിലും യാത്രാ സൗകര്യമൊരുങ്ങിയത്. കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് കട്ടവിരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഇതോടെ ഇരുഭാഗത്തും വൺ വേ സംവിധാനത്തിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാം. എന്നാൽ സ്വകാര്യ ബസ്സുകൾ കടന്നുപോകാൻ ഇനിയും അനുമതിയായിട്ടില്ല. ബസ്സുകൾ സർവീസ് റോഡിന്റെ അപ്പുറവും ഇപ്പുറവും നിർത്തിയാണ് ആളെ കയറ്റുന്നതും ഇറക്കുന്നതും. കനത്ത മഴയിലും വെയിലിലും പൊടിയിലും കഷ്ടപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ബസ്സുകളിൽ കയറുന്നത്. ബസ് സർവീസ് നടത്തുന്ന കാര്യം യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ വലിയ ലോഡുകൾ കയറ്റിയുള്ള ടോറസ് ലോറികൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. വാരണാസി പട്ടാമ്പി റോഡിൻ്റെ സർവീസ് റോഡിന് 2 റോഡിൻ്റെയും പണി കഴിഞ്ഞിരിക്കുകയാണ്. പണി കഴിഞ്ഞിട്ട് ഇതുവരെ ബസ്സുകൾ അധികാരികൾ കടത്തിവിടുന്നില്ല. മാത്രമല്ല ചരക്ക് വണ്ടികൾ, ഭാരവാഹി വണ്ടികളെല്ലാം കടന്നു പോകുന്നുണ്ട്. ബസ്സിന് മാത്രം ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുമൂലം പൊതുജനങ്ങൾ, സാധാരണക്കാരെ, വിദ്യാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടുകയാണ്. മാത്രമല്ല അവർക്ക് പണച്ചെലവും കൂടുതലാണ്. കാരണം വാരണാസി ഇറങ്ങി തിരിച്ച് ഒരു 1/2 കിലോമീറ്റർ നടന്ന് വീണ്ടും പട്ടാമ്പിക്ക് ബസ് കയറി പോവുക എളുപ്പമുള്ള ഇതല്ല. ഒന്നുകിൽ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുക, അല്ലെങ്കിൽ വലിയ ടോറസ് വാഹനങ്ങളുടെ സഞ്ചാരം നിരോധിക്കുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 വാടാനംകുറിശ്ശി. മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം വട്ടപ്പാറയിലെ പഴയ CI ഓഫീസിൽ ആരംഭിച്ചു. വളാഞ്ചേരി സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാലാണ് പ്രവർത്തന സ്ഥലം മാറ്റിയത്. മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് അനുമതിയായത്. കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 3 കോടി രൂപ അനുവദിച്ചു. നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി വട്ടപ്പാറയിലെ സർക്കിൾ ഓഫീസിലേക്ക് മാറ്റി. സേവനങ്ങൾക്കായി ജനങ്ങൾ വട്ടപ്പാറയിലെ CI ഓഫീസിലാണ് ബന്ധപ്പെടേണ്ടതെന്ന് സ്റ്റേഷൻ SHO അറിയിച്ചു. വളാഞ്ചേരി പഴയ സർക്കിൾ ഓഫീസായിട്ടുള്ള വട്ടപ്പാറയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം താൽക്കാലികമായി തുടങ്ങുകയാണ്. നിലവിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം ശോചനീയമായ അവസ്ഥയിലായിരുന്നു. അത് പുതിയൊരു കെട്ടിടം അവിടെ നിർമ്മിക്കുന്നതിനായിട്ട് 3 കോടി രൂപ നമ്മുടെ ഗവൺമെൻറ് ടെൻഡറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്. ആ കെട്ടിടം അവിടെ നിർമ്മാണം കഴിഞ്ഞ് കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് പോലീസ് സ്റ്റേഷൻ തിരിച്ചങ്ങോട്ട് തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ്. അപ്പം അതുമായി വരെ ബന്ധപ്പെട്ടിട്ടുള്ള വളാഞ്ചേരി ടൗണിലെ ട്രാഫിക്, അതേപോലെ എയ്ഡ് പോസ്റ്റ്, പിന്നെ വളാഞ്ചേരി മേഖലയിലെ പെട്രോളിങ് കൂടുതലായിട്ടും ഇനി പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ പെട്രോളിങ്ങിന് നിരീക്ഷിച്ചും പെട്രോളിംഗ് വാഹനം അവിടെ ക്രമീകരിച്ചിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ലോക്കപ്പ് ഉൾപ്പെടെ വട്ടപ്പാറയിലെ സ്റ്റേഷനിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ പുതിയ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകും. കാലവർഷത്തിൽ നിലവിലെ കെട്ടിടത്തിലെ പല ഭാഗത്തും ചോർച്ചയുണ്ടായിരുന്നു. തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയായത്. പുതിയ കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും മറ്റും സൗകര്യങ്ങളുണ്ടാകും. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള സൗകര്യങ്ങൾ, പ്രവർത്തന സ്ഥലങ്ങൾ, ആയുധങ്ങളും ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ, ജിം സെന്റർ, കോൺഫറൻസ് ഹാൾ എന്നിവയും ഉൾപ്പെട്ടതായിരിക്കും പുതിയ കെട്ടിടം. ന്യൂസ് 18 തിരൂർ. മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.